വർഷത്തെ ദീപാവലിയൊക്കെ വരാറായില്ലേ? അപ്പോൾ എല്ലാവർക്കും അറിയാം ദീപാവലിക്ക് സ്പെഷ്യലായിട്ടുള്ളത് സ്വീറ്റ്സ് തന്നെയാണ്. അപ്പോൾ ഞാനിനി സതേൺ മെനുവിൽ കൂടി കുറച്ച് സ്വീറ്റ്സ് റെസിപ്പീസ് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം. ബാദുഷയാണ് ഞാനിന്ന് സതേൺ മെനുവിൽ കൂടി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വേറൊരു പേരാണ് ബാലുഷാഹി. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സതേൺ മെനുവിലേക്ക് സ്വാഗതം. ഞാൻ നീതു. അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവരോട് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ഞാൻ അടുത്ത പ്രാവശ്യം വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ ബാദുഷ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. നമുക്കിതിന് 3 സ്റ്റേജായിട്ട് തയ്യാറാക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ മാവ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 കപ്പ് മൈദ കൊണ്ട് ഏകദേശം ഒരു 10 ബാദുഷ നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു നുള്ള് ഉപ്പ് അധികം ഒന്നും ആവശ്യമില്ല, ഒരു നുള്ള് മതി. ഇതാണ് ഇതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ഒരു സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കൈകൊണ്ട്. അപ്പോൾ ഇതാണ് ഈ ബാദുഷ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 2 സ്പൂണ്, അത്യാവശ്യം വലുപ്പമുള്ള സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല കട്ട തൈരാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഏകദേശം ഒരു 1/4 കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഞാനത് ചൂടാക്കിയിട്ട് ആറിയ നെയ്യാണ്, പൊരുക്കിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു 1/4 കപ്പ് പാല്. അപ്പോൾ ഈ പാലിന് പകരം നിങ്ങൾക്ക് വെള്ളം ചേർത്തിട്ട് ഇത് കുഴച്ചെടുക്കാം. പക്ഷേ പാല് കുറച്ചും കൂടെ ടേസ്റ്റ് കൊടുക്കും ബാലുഷയ്ക്ക്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നന്നായിട്ടൊന്ന് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ ഒരുപാട് അങ്ങ് നീഡ് ചെയ്തിട്ട് ചെയ്യരുത്. അപ്പോൾ ഒന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം. അപ്പോൾ നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്ന ഉപ്പും നെയ്യൊക്കെ എല്ലാ സ്ഥലത്തേക്കും ആവുന്ന വിധം നമ്മളൊന്ന് കുഴയ്ക്കാം. അപ്പോൾ ഇത് ഞാനത് കുഴച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്നെസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇത് കുറച്ച് ഡ്രൈ ആണ്. അതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു 2 സ്പൂണ് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുവാണ്. അപ്പോൾ നിങ്ങൾ വെള്ളം ആഡ് ചെയ്യുന്നത് നിങ്ങളുടെ മാവിൻ്റെ പരുവത്തിനനുസരിച്ചിട്ട് വേണം ചെയ്യാൻ. ചിലപ്പോൾ അത് ആവശ്യം വന്നൊന്നും വരില്ല. ഈ പാല് കൊണ്ട് തന്നെ നമുക്കിതൊന്ന് കറക്റ്റായിട്ടുള്ള പാകം വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പം വെള്ളം ആഡ് ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടി ഇതൊന്ന് കുഴച്ചെടുക്കുവാണ്. അപ്പോൾ ഹാർഡായിട്ടാണ് ഇതിൻ്റെ മാവ് വേണ്ടത്. നമ്മൾ ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് സോഫ്റ്റ് ആവരുത്, കുറച്ച് ഹാർഡായിട്ടാണ് വേണ്ടത്. ഇപ്പോൾ ഇതാ ഞാൻ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഉൾഭാഗത്ത് കുറച്ചത് ഡ്രൈ ആയിട്ടായിരിക്കും ഇതിരിക്കുക, ഒരുപാടങ്ങ് സോഫ്റ്റ് അല്ല. അപ്പോൾ ഇത് നമ്മളിനി ഒരു 30 മിനിറ്റ് നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. എന്തെങ്കിലും നനഞ്ഞ തുണി ഉണ്ടെങ്കിൽ ഒന്ന് മൂടി വയ്ക്കാം. ഇതാണെന്നുണ്ടെങ്കിൽ ഒരു പാത്രം യൂസ് ചെയ്തിട്ടൊന്ന് മൂടി വയ്ക്കാം. ഈ സമയത്ത് നമുക്കിതിനാവശ്യമുള്ള പഞ്ചസാര പാനി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പിലും കുറച്ചധികം ചേർത്തിട്ടുണ്ട്. 1/4 കപ്പിൻ്റെ അടുത്ത് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊന്ന് ചൂടാക്കണം. അപ്പോൾ നിങ്ങൾക്ക് മധുരം ഇഷ്ടത്തിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് പഞ്ചസാര അധികം വേണമെന്നുണ്ടെങ്കിൽ. നമ്മുടെ പഞ്ചസാര പാനി റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഒരു നൂല് പരുവത്തിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജാണ് ഇപ്പോൾ ഞാനിവിടെ പ്രിഫർ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ ഒരു നൂല് വന്നതിന് ശേഷം പെട്ടെന്ന് അതിങ്ങനെ പൊട്ടിപ്പോകുന്ന ആ ഒരു പരുവത്തിലുള്ളത്, ആ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു നൂൽ പരുവായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിന് തൊട്ട് മുമ്പത്തെ സ്റ്റേജ് ആകുമ്പോൾ കുറച്ചും കൂടെ നമ്മുടെ പാവ് ഉള്ളിലേക്ക് ഇറങ്ങി പോകുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഒരു സ്റ്റേജാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജ് വന്ന ഉടനെ തന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ലെമൺ ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് വീണ്ടും അതിന് കൂടുതലായിട്ടുള്ള ക്രിസ്റ്റലൈസേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതിലേക്ക് ഞാൻ ഏലക്ക ചതച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ഏലക്ക ഞാൻ ചതച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു നുള്ളു കുങ്കുമപ്പൂ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് നല്ലൊരു കളർ കിട്ടും നമ്മളുടെ ആ ഒരു പാനിക്ക്. അതേപോലെ തന്നെ ബാദുഷയ്ക്ക്. അപ്പോൾ ഇത് നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ബാദുഷ ഉണ്ടാക്കുന്ന സമയത്ത് ഈ പഞ്ചസാര പാനി ചെറിയൊരു ചൂട് വേണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ചൂട് ആറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വെക്കുക ആ ഒരു സമയത്ത്. അപ്പോൾ ഇത് നമ്മൾ സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ മാവ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് പാനി പ്രിപ്പയർ ചെയ്യരുത്.
മാവ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമുക്ക് പാനി ഉണ്ടാക്കാം. അതിനുശേഷം നമ്മൾ ഇത് പൊരിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ചൂടാക്കാൻ വെക്കാം സൈഡിൽ. കാരണം നമ്മളിത് പ്രിപ്പയർ ചെയ്ത ഉടനെ തന്നെ നമ്മൾ പൊരിച്ചെടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും ഡ്രൈ ആയിപ്പോവും. അപ്പോൾ നമുക്ക് ബാദുഷ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചെറിയൊരു മാവ് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഉരുളകളാക്കാം. എന്നിട്ട് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് നടുവിൽ ഇതുപോലൊരു കുഴി ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 സൈഡിലും കുഴി ഉണ്ടാക്കാം. ഇതിപ്പോൾ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ. ഈ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് തയ്യാറാക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വീണ്ടും ഒരു ഹോള് കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ബാദുഷ പല ഷേപ്പിലും ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മടക്കിൻ്റെ അതായത് നമ്മുടെ മടക്കപ്പത്തിൻ്റെ ഷേപ്പിലുള്ള ബാദുഷ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല ഷേപ്പിൽ ഉണ്ടാക്കി എടുക്കാറുണ്ട്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അതുപോലെ ചെയ്യാം. ഇതുപോലെ 2 സൈഡിലും കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിലുള്ള ബാദുഷ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ബാദുഷാവും നമ്മൾ റൗണ്ട് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ ഇതാ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 10 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റിയിൽ എനിക്ക് 10 ബാദുഷ വരെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കി ഉടനെ തന്നെ നമ്മൾ പൊരിച്ചെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ഡ്രൈ ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ സമയം എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഈറൻ തുണി എടുത്തിട്ട് അതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഇത് എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ബാദുഷ എണ്ണയിൽ ഇട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ പൊരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പൊരിച്ചെടുക്കാൻ. അതായത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പൊരിച്ചെടുക്കുകയാണെങ്കിൽ പുറം ഭാഗം നന്നായിട്ട് പെട്ടെന്ന് പൊരിഞ്ഞ് കിട്ടും, പക്ഷേ ഉള്ളിലൊന്നും വെന്ത് കാണില്ല. അപ്പോൾ വേവാത്ത സമയം നമ്മുടെ പാവൊന്നും ഉള്ളിലേക്ക് ഇറങ്ങില്ല, അതായത് നമ്മുടെ പഞ്ചസാര പാനി ഉള്ളിലേക്ക് ഇറങ്ങില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം. കുറച്ച് സമയം എടുത്തിട്ട് നമ്മൾ പൊരിച്ചെടുക്കാം. അപ്പോൾ ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലൊരു ബ്രൗൺ കളർ, അതായത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നത് വരെ നമ്മൾ ഈ ബാദുഷ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡ് മാത്രം ഒന്ന് നന്നായിട്ട് പൊരിഞ്ഞിട്ട് മറ്റേ സൈഡിലൊന്നും ഒട്ടും പൊരിയാതിരിക്കും. അപ്പോൾ ആ സമയം എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളുടെ ഇതേപോലെ തന്നെ പഞ്ചസാര പാനി ഉള്ളിലേക്ക് ഇറങ്ങില്ല, ഈക്വലായിട്ട് ഇറങ്ങില്ല. അപ്പോൾ അതൊരു ടേസ്റ്റ് കാണില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചും മറിച്ച് ഇട്ടിട്ട് വേണം നമ്മളുടെ ഈ ബാദുഷ ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ പൊരിച്ചെടുക്കണം കേട്ടോ. ഇപ്പം നോക്കിക്കേ, ഏകദേശം നമ്മുടെ ബാദുഷ എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിമിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതിൽ എണ്ണയൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മളിത് ഡയറക്റ്റായിട്ട് പഞ്ചസാര പാനിയിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അത് ചെറിയ ചൂട് വേണം, പാനി ചൂട് വേണം, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ചൂടുള്ള പാനിയിൽ ഇട്ടാൽ മാത്രമേ നമ്മുടെ ആ ഒരു പഞ്ചസാര പാനിയൊക്കെ ഇതിനകത്തേക്ക് അങ്ങ് ഊർന്ന് പോവുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഡയറക്റ്റായിട്ട് ഇതിൽ നിന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ളത് കൂടെ, അതായത് നമ്മുടെ രണ്ടാമത്തെ ബാച്ച് കൂടെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുവാണ്. അപ്പോൾ അതും ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾക്ക് ഷുഗർ സിറപ്പിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പിൽ ഇട്ട ബാദുഷയാണ്. നമ്മൾ ഇട്ട ഉടനെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക, തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ 2 സൈഡിലും നമ്മളുടെ സിറപ്പ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മറ്റേത് കുറച്ച് സിറപ്പ് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മളൊരു അരമണിക്കൂറിന് മുകളിൽ ഒന്ന് വെക്കുക. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് സിറപ്പൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 സൈഡിലും ഈക്വലായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അരമണിക്കൂർ കഴിയുമ്പോൾ ഇതുപോലെ നല്ല കിടിലൻ ബാദുഷ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക്